വിവരങ്ങളുണ്ട് ജയശങ്കർ. ഇന്ന് നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെയും മരിച്ച മത്സ്യത്തൊഴിലാളികളുടെയും വീടുകളിലേക്ക് മുഖ്യമന്ത്രി സന്ദർശനം നടത്തും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പരാമർശം വലിയ വിവാദമായ പശ്ചാത്തലം കൂടിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ അദ്ദേഹം ആ പ്രദേശത്തേക്ക്, ആ മേഖലയിലേക്ക് ചെല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് മധു, വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത്തരത്തിൽ കൊല്ലത്ത് മരണപ്പെട്ട അല്ലെങ്കിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഗൗതം കൃഷ്ണയുടെ, നിലവിൽ തിരച്ചിൽ നടക്കുന്ന ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുക. 12:30 മുഖ്യമന്ത്രി ഇവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഈ മണ്ഡലത്തിലെ എം.എൽ.എയും മന്ത്രി കൂടിയായ ഷിബു ബേബി ജോൺ കൂടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഈ പ്രശ്നബാധിതരെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ എത്തണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എന്തായാലും കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തുന്നതിനിടയിൽ ഈ ചവറയിലെ ഈ ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ ഇതിനോടകം തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. മുഖ്യമന്ത്രി എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അപകടം നടന്ന് 11ാം ദിവസമാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഇത്തരത്തിൽ അപകടമുണ്ടായ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ മരണം ഉൾപ്പെടെ സംഭവിച്ച ആ ഒരു കുടുംബത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അത് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി നിരന്തരം ഉണ്ടാകുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ആ ജില്ലയിൽ മുതലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആളുകളുടെ വീട്ടിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വരുന്നത് കൊല്ലത്താണ്, ചവറയിലെ ഗൗതം കൃഷ്ണയുടെ വീട്ടിലേക്കാണ്. എന്തായാലും ആ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മുഖ്യമന്ത്രി എന്താണ് പറയുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തേക്ക് 11 ദിവസമായി ഇപ്പോഴും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ നേവിയുടെ കൽപ്പേനി ഷിപ്പ് ഉൾപ്പെടെ അതിൽ മുങ്ങൽ വിദഗ്ധർ കടലിലിറങ്ങി ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ കാലാവസ്ഥയിൽ പൊടുന്നനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കടൽക്ഷോഭം, ഇതൊക്കെയാണ് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഉൾപ്പെടെ തിരിച്ചടിയാകുന്നൊരു ഘടകം. ഇതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, ഗൗതം കൃഷ്ണയുടെ അമ്മയെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത്. ഗൗതം കൃഷ്ണയുടെ അമ്മയാണ് ആദ്യമായി ഈ തെരച്ചിൽ ഊർജിതമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരമിരിക്കുന്ന, പ്രതിഷേധിക്കുന്ന സാഹചര്യം നീണ്ടകരയിലെ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുന്നു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.